ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളായ പ്രഭാഷകന്റെ പുസ്തകം 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സമ്പത്തിന്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവനാണ് മരണം അരോചകമായിട്ടുള്ളത്? ഉത്തരം സമാധാനപൂർവം. 41-1. 2. പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെയാണ്? ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. 41-5. 3. അല്ലലില്ലാതെ എന്തെല്ലാം ഉള്ളവനാണ് മരണം അരോചകമാകുന്നത്? ഉത്തരം എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്. 41-1. 4. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണെന്നാണ് പറയുന്നത്? ഉത്തരം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. 41-15. 5. എന്ത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? ഉത്തരം രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ. 41-1. 6. നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആരുടെ തലമുറയാണ്? ഉത്തരം പാപികളുടെ തലമുറ. 41-6. 7. അല്ലൽ നിറഞ്ഞവന് സ്വാഗതാർഹമാകുന്നത് എന്താണ്? ഉത്തരം മരണത്തിൻ്റെ വിധി. 41-2. 8. സദാ നീരസം പ്രകടിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ. 41-2. 9. മക്കൾ നിന്ദയനുഭവിക്കുന്നത് ആര് നിമിത്തമാണ്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് മൂലം. 41-7. 10. ആർക്കുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണം? ഉത്തരം മർത്യവർഗത്തിന്. 41-3. 11. ശാപത്തിലേക്ക് ജനിച്ചത് ആരാണ്? ഉത്തരം ദൈവഭയമില്ലാത്ത ജനം. 41-8-9. 12. ഡാഷ് ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ഉത്തരം അത്യുന്നതൻ്റെ. 41-4. 13. ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നത് ആരാണ്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 41-10. 14. പിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ലജ്ജിക്കണം. 41-17. 15. ദൈവഭയമില്ലാത്ത ജനം എന്താണ് നിരസിച്ചത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. 41-8. 16. മനുഷ്യൻ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ്? ഉത്തരം ശരീരനാശത്തെ പ്രതി. 41-11. 17. അന്യൻ്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നവനും അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നവനും എന്തു ചെയ്യണം? ഉത്തരം ലജ്ജിക്കണം. 41-21-22. 18. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പൂട്ടി സൂക്ഷിക്കണം. 42-6. 19.
കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെയാണ്? ഉത്തരം ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. 42-11. 20. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്ത് വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്? ഉത്തരം വചനം വഴി. 42-15. 21. സൂര്യൻ തൻ്റെ ഡാഷ് കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. ഉത്തരം കിരണങ്ങൾ കൊണ്ട്. 42-16. 22. കാഴ്ചയ്ക്ക് ദീപ്തമായിട്ടുള്ളത് എന്താണെന്നാണ് പ്രഭാഷകൻ 42-22 വിശേഷിപ്പിക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ. 23. പങ്കാളിയും സഹയാത്രികനുമായി ഡാഷ് തീർക്കുക. ഉത്തരം കണക്ക്. 42-3. 24. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് പ്രഘോഷിക്കുന്നത് എന്ത്? ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ. 43-2. 25. മധ്യാഹ്നത്തിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഭൂമിയെ വരട്ടുന്നു. 43-3. 26. പ്രഭാഷകൻ 43-5 സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഉന്നതനാണ്. 43-5. 27. കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്തിനെല്ലാം വേണ്ടിയാണ്? ഉത്തരം കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളം ആയിരിക്കാനും. 43-6. 28. ചന്ദ്രൻ്റെ വെളിച്ചം എപ്രകാരമുള്ളതാണ്? ഉത്തരം പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം. 43-7. 29. നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് എന്തിനാലാണ്? ഉത്തരം പരിശുദ്ധൻ്റെ കൽപ്പനയാൽ. 43-10. 30. അത്യുന്നതൻ തൻ്റെ മഹത്വത്താൽ ആലിപ്പഴങ്ങളായി നുറുക്കുന്നത് എന്ത്? ഉത്തരം മേഘങ്ങളെ. 43-14. 31. ജലം പടച്ചട്ട പോലെ അണിയുന്നത് എന്താണ്? ഉത്തരം മഞ്ഞുകട്ട. 43-20. 32. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 43-22. 33. എത്തരത്തിലുള്ള സൃഷ്ടികളാണ് അത്യഗാധത്തിൽ ഉള്ളത്? ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ. 43-25. 34. കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത്? ഉത്തരം ജ്ഞാനം. 43-33. 35. പ്രഭാഷകൻ 44-7 മഹത്തുക്കളും പൂർവപിതാക്കന്മാരും എന്തായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും. 44-7. 36. പ്രഭാഷകൻ 44-14 പ്രകാരം തലമുറകൾ തോറും നിലനിൽക്കുന്നത് എന്ത്? ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുടെ പേര്. 44-14. 37. പ്രഭാഷകൻ 44-16 ആര് കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്നാണ് പറയുന്നത്? ഉത്തരം ഹെനോക്ക്. 38. മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത്? ഉത്തരം ജലപ്രളയത്താൽ.
44-18. 39. മഹത്വത്തിൽ സമനായി ആരുമില്ലാത്തത് ആർക്കാണ്? ഉത്തരം അബ്രാഹത്തിന്. 44-19. 40. അബ്രാഹത്തിൻ്റെ സന്തതിയെ എന്തിനെ പോലെ വർദ്ധിപ്പിക്കും എന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം ഭൂമിയിലെ മണൽത്തരി പോലെ. 44-21. 41. മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് പിൻവലിച്ചത് എന്ത്? ഉത്തരം അടയാളങ്ങൾ. 45-3. 42. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത്? ഉത്തരം കൽപ്പനകൾ. 45-3. 43. ഡാഷ് കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. പ്രഭാഷകൻ 45-4 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും. 44. യാക്കോബിനെ തൻ്റെ ഡാഷും ഇസ്രായേലിനെ തൻ്റെ ഡാഷും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. 45-5 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉടമ്പടിയും നീതിയും. 45. മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ ആരെയാണ് അവിടുന്ന് ഉയർത്തിയത്? ഉത്തരം അഹറോനെ. 45-6. 46. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ഡാഷ് അവന് നൽകുകയും ചെയ്തു. ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം. 45-7. 47. എന്ത് നൽകിയാണ് അവിടുന്ന് അവനെ ശക്തനാക്കിയത്? ഉത്തരം അധികാര ചിഹ്നങ്ങൾ. 45-8. 48. എങ്ങനെയുള്ള വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അവനെ അണിയിച്ചത്? ഉത്തരം സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ. 45-10. 49. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ഡാഷ് അലങ്കൃതവുമാണ്. ഉത്തരം ശ്രേഷ്ഠവും. 45-12. 50. അഹറോനെ ആരാണ് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം മോശ. 45-15. 51. അഹറോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ. 45-21. 52. എലയാസറിൻ്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം ഫിനഹാസ്. 53. മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം ആർക്കായിരുന്നു? ഉത്തരം ഫിനഹാസിന്. 54. ഫിനഹാസ് എപ്രകാരമാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത്? ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. 55. യൂദാ ഗോത്രജനായ ജസ്സേയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. എന്തായിരുന്നു ഉടമ്പടി? ഉത്തരം രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കും. 45-25. 56. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 45-26 പറയുന്നത്? ഉത്തരം ജ്ഞാനം കൊണ്ട്. 57. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം ജോഷുവ. 58. ജോഷുവ ഉത്തമനായ രക്ഷകനായിരുന്നത് ആർക്കാണ്? ഉത്തരം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 59. യുദ്ധവീരനായ ജോഷുവ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം നൂനിൻ്റെ. 46-1. 60. പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയായിരുന്നു
ജോഷുവ. ഉത്തരം മോശയുടെ. 6. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ അവർക്ക് നേടിക്കൊടുത്തത് എന്ത്? ഉത്തരം അവരുടെ അവകാശം. 46-1. 62. പ്രഭാഷകൻ 46:1 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? ഉത്തരം സംഖ്യ 27:18. 63. ജോഷുവ പ്രതാപശാലിയായിരുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉത്തരം നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ. 46-2. 64. ജോഷുവ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോഴാണ്? ഉത്തരം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ. 46-5. 65. ഉന്നതനായ കർത്താവ് ജോഷുവയ്ക്ക് ഉത്തരമരുളിയത് എങ്ങനെ? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. 46-6. 66. യുദ്ധത്തിൽ കീഴടക്കിയ ശത്രുക്കളെ എവിടെ വച്ചാണ് ജോഷുവ നശിപ്പിച്ചത്? ഉത്തരം ബെത്ത്ഹോറോൺ ഇറക്കത്തിൽ വച്ച്. 46-6. 67. ജോഷുവയുടെ സേനാബലം കണ്ട ശത്രുക്കൾ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന്. 46-6. 68. കാലബിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? ഉത്തരം യെഫുന്ന. 69. പ്രഭാഷകൻ 46:10 പ്രകാരം എന്ത് നല്ലതാണെന്നാണ് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കിയത്? ഉത്തരം കർത്താവിനെ അനുഗമിക്കുന്നത്. 70. 46:12 സംപൂജ്യരായ അവരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്? ഉത്തരം പുത്രന്മാരിലൂടെ. 71. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത്? ഉത്തരം സാമുവൽ. 46-13. 72. സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് എപ്രകാരമാണ്? ഉത്തരം കർത്താവിൻ്റെ നിയമമനുസരിച്ച്. 46-14. 73. സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എപ്രകാരമാണ്? ഉത്തരം വിശ്വസ്തത നിമിത്തം. 46-15. 74. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര്? ഉത്തരം സാമുവൽ. 46-15. 75. ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ആരെ വിളിച്ചാണ് അപേക്ഷിച്ചത്? ഉത്തരം ശക്തനായ കർത്താവിനെ. 46-16. 76. സാമുവലിൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് ആരെയാണ് നിർമാർജനം ചെയ്തത്? ഉത്തരം ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും. 46-18. 77. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ ആരുടെ മുന്നിലാണ് നിന്നത്? ഉത്തരം കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും. 78. ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരെ സാക്ഷി നിർത്തിയാണ് സാമുവൽ ഇത് വിളിച്ചു പറഞ്ഞത്? ഉത്തരം ജനത്തെ സാക്ഷി നിർത്തി. 46-19. 79. പ്രഭാഷകൻ 46:20 അനുസരിച്ച് നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിച്ചത് ആരാണ്? ഉത്തരം സാമുവൽ. 80. 46:20 പ്രകാരം ആരെയാണ് അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത്?
ഉത്തരം രാജാവിനെ, അവൻ്റെ മരണം. 81. സമാധാന ബലിയിൽ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം ദാവീദിനെ. 47:2. 82. ദാവീദ് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം അത്യുന്നതനായ കർത്താവിനോട്. 47:5. 83. ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർന്നത് എപ്പോഴാണ്? ഉത്തരം ദാവീദ് കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ. 47:4. 84. ആരെ കൊല്ലുന്നതിനാണ് ദാവീദിൻ്റെ വലത്തുകരം ശക്തിപ്പെടുത്തിയത്? ഉത്തരം ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 47:5. 85. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തുവിളിച്ച ജനം ദാവീദിനെ അണിയിച്ചത് എന്ത്? ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം. 86. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി. 47:6. 87. 47:7 പ്രകാരം ദാവീദ് തുടച്ചു മാറ്റിയത് ആരെയാണ്? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ. 88. 47:7 പ്രകാരം ദാവീദ് നശിപ്പിച്ചത് ആരെയാണ്? ഉത്തരം എതിരാളികളായ ഫിലിസ്ത്യരെ. 89. ആരെയാണ് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം സ്രഷ്ടാവിനെ. 90. മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് എന്തിൻ്റെ മുൻപിലാണ്? ഉത്തരം ബലിപീഠത്തിൻ്റെ മുൻപിൽ. 47:9. 91. ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുവാൻ സോളമൻ എന്താണ് ചെയ്തത്? ഉത്തരം അവയുടെ കാലങ്ങൾ നിശ്ചയിച്ചു. 92. കർത്താവ് പാപങ്ങൾ നീക്കിക്കളഞ്ഞ് എന്നേക്കുമായി സോളമനിൽ ഉറപ്പിച്ചത് എന്താണ്? ഉത്തരം അധികാരം. 47:11. 93. ദാവീദിന് പിൻഗാമിയായി വന്ന പുത്രൻ്റെ സവിശേഷത എന്ത്? ഉത്തരം ബുദ്ധിമാനായിരുന്നു. 47:12. 94. സോളമൻ്റെ ഭരണകാലം എപ്രകാരമുള്ളതായിരുന്നു? ഉത്തരം സമാധാനപൂർണമായിരുന്നു. 95. യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നത് ആരാണ്? ഉത്തരം സോളമൻ. 96. പ്രഭാഷകൻ 47:15 പ്രകാരം സോളമൻ തൻ്റെ ജ്ഞാനത്തെ നിറച്ചത് എപ്രകാരമാണ്? ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട്. 97. 47:14 നദി പോലെ കവിഞ്ഞൊഴുകിയതായി പറയുന്നത് എന്താണ്? ഉത്തരം സോളമൻ്റെ വിജ്ഞാനം. 98. സോളമൻ്റെ പ്രശസ്തി എവിടെ വരെയാണ് എത്തിയത്? ഉത്തരം വിദൂര ദ്വീപുകളിൽ. 47:16. 99. സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്തായിരുന്നു? ഉത്തരം സ്വർണം. 47:18. 100. 47:20 അനുസരിച്ച് സോളമൻ കളങ്കം വരുത്തിയത് എന്തിന്? ഉത്തരം തൻ്റെ സൽകീർത്തിക്ക്. 101. സോളമൻ്റെ ഭോഷത്വം ദുഃഖകാരണമായി തീർന്നത് ആർക്കാണ്? ഉത്തരം സന്തതി പരമ്പരയ്ക്ക്. 102. രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? ഉത്തരം എഫ്രായിമിൽ നിന്ന്. 47:21. 103. 47:22 പ്രകാരം
കർത്താവ് ഒരിക്കലും എന്തു വെടിയുകയില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം കാരുണ്യം വെടിയുകയില്ല. 104 47:23 പ്രകാരം ജനങ്ങളുടെ കലാപത്തിന് കാരണമായത് ആരുടെ ഭരണമാണ്? ഉത്തരം റഹോബോവാമിൻ്റെ ഭരണം. 47:23. 105 ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആരാണ്? ഉത്തരം നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം. 106 47:23 പ്രകാരം ജെറോബോവാം പാപമാർഗത്തിൽ നടത്തിയത് ആരെ? ഉത്തരം എഫ്രായിമിനെ. 107 ജനത്തിൻ്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ആര്? ഉത്തരം ഏലിയ പ്രവാചകൻ. 48:2. 108 ഏലിയായുടെ ഏത് പ്രവൃത്തി മൂലമാണ് നീ എത്ര മഹത്വമുള്ളവൻ എന്ന് അഭിസംബോധന ചെയ്തത്? ഉത്തരം അത്ഭുത പ്രവൃത്തികൾ. 48:4. 109 ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വച്ച്? ഉത്തരം സീനായിൽ വച്ച്. 48:7. 110 ഹോറബിൽ വച്ച് ഏലിയ ശ്രവിച്ചത് എന്ത്? ഉത്തരം പ്രതികാരത്തിൻ്റെ വിധികൾ. 48:7. 111 48:8 പ്രകാരം ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിന്? ഉത്തരം ശിക്ഷ നടത്താൻ. 48:8. 112 തന്നെ പിന്തുടരാൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെ? ഉത്തരം പ്രവാചകന്മാരെ. 113 ആരെക്കുറിച്ചാണ് അനുഗ്രഹീതർ അവർ ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും. 48:11. 114 ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം എലീഷായിൽ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു. 48:12. 115 ജീവിതകാലത്ത് ആരുടെ മുമ്പിൽ എലീഷ ഭയന്നു വിറച്ചില്ല? ഉത്തരം ഭരണാധികാരികളുടെ മുമ്പിൽ. 116 ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും എലീഷ ചെയ്തതെന്ത്? ഉത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 48:14. 117 ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ ആരെല്ലാമാണ് അവശേഷിച്ചത്? ഉത്തരം ഒരു ചെറിയ ഗണം മാത്രം. 48:15. 118 ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് നിർമ്മിച്ചത് എന്ത്? ഉത്തരം കുളങ്ങൾ. 48:17. 119 സിയോനെതിരെ കരമുയർത്തി അഹങ്കാരജൽപ്പനം മുഴക്കിയത് ആര്? ഉത്തരം സെന്നാകെരീബ് അയച്ച റബ്ഷക്ക. 48:18. 120 റബ്ഷക്ക അഹങ്കാരജൽപ്പനം മുഴക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു. 48:19. 121 പ്രഭാഷകൻ 48:22 ജനത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതായി പറയുന്നത് ആര്? ഉത്തരം ഹെസക്കിയ. 48:22. 122 ഏശയ്യാ പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ച് ഹെസക്കിയ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത്? ഉത്തരം തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ. 48:22. 123
ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത്? ഉത്തരം ഏശയ്യാ പ്രവാചകന്റെ കാലത്ത്. 48-23. 124. ഏശയ്യാ വഴി ആരുടെ ആയുസ്സാണ് ദീർഘിച്ചത്? ഉത്തരം ഹെസക്കിയ രാജാവിൻ്റെ. 48-23. 125. ആത്മാവിൻ്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിച്ചത് ആര്? ഉത്തരം ഏശയ്യാ പ്രവാചകൻ. 126. എവിടെ വിലപിച്ചു കൊണ്ടിരുന്നവരെയാണ് ഏശയ്യാ ആശ്വസിപ്പിച്ചത്? ഉത്തരം സിയോനിൽ. 48-24. 127. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമായത് എന്താണ്? ഉത്തരം ജോസിയായുടെ സ്മരണ. 49-1. 128. നാവിലെ തേൻ പോലെയും വീഞ്ഞ് സൽക്കാരത്തിലെ സംഗീതം പോലെയും എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ജോസിയായുടെ സ്മരണ. 129. ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്താണ്? ഉത്തരം ദൈവഭക്തി. 49-3. 130. ഏത് നഗരം തീ വയ്ക്കപ്പെടും എന്നാണ് ജെറമിയ പ്രവചിച്ചിരുന്നത്? ഉത്തരം വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. 49-6. 131. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു? ഉത്തരം ജെറമിയ. 49-7. 132. ആരുടെ അസ്ഥികളാണ് കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കേണ്ടത്? ഉത്തരം 12 പ്രവാചകന്മാരുടെ. 49-10. 133. 12 പ്രവാചകന്മാർ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആരെയാണ്? ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ. 49-10. 134. വലതു കൈയിലെ എന്തുപോലെയായിരുന്നു സെറുബാബേൽ? ഉത്തരം മുദ്രമോതിരം പോലെ. 49-11. 135. യെശുവയുടെ പിതാവ് ആര്? ഉത്തരം യഹോസദാക്കിൻ്റെ. 49-12. 136. തങ്ങളുടെ നാളുകളിൽ ആലയം പണിതത് ആരെല്ലാം? ഉത്തരം സെറുബാബേൽ, യെശുവ. 137. പ്രഭാഷകൻ 49-13 ആരുടെ സ്മരണയാണ് ശാശ്വതമാണെന്ന് പറയുന്നത്? ഉത്തരം നെഹമിയായുടെ. 138. വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി നെഹമിയ എന്താണ് ചെയ്തത്? ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിച്ചു. 49-13. 139. പ്രഭാഷകൻ 49-16 സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ആദം. 49-16. 140. പ്രധാന പുരോഹിതനായ ശിമയോൻ ആരുടെ പുത്രനാണ്? ഉത്തരം ഓനിയാസിൻ്റെ. 50-1. 142. ദേവാലയത്തെ സംരക്ഷിക്കുന്ന എന്തിനാണ് ശിമയോൻ അടിസ്ഥാനമിട്ടത്? ഉത്തരം ഇരട്ട മതിലിന്. 50-2. 143. പ്രഭാഷകൻ 50-4 പ്രകാരം ആക്രമണം ചെറുക്കാൻ ശിമയോൻ ചെയ്തത് എന്തായിരുന്നു? ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി. 144. മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം പ്രഭാത താരം പോലെ. 145. ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ
പ്രശോഭിച്ചത് ആര്? ഉത്തരം ശിമയോൻ. 146. ശിമയോൻ മഹത്വമേറിയ ശിമയോൻ മഹത്വമേറിയ എന്തണിഞ്ഞാണ് ബലിപീഠത്തെ സമീപിക്കുന്നത്? ഉത്തരം സ്ഥാനവസ്ത്രം. 50-11. 147. ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയും രത്നഖചിതമായ സ്വർണത്തളിക പോലെയും പ്രശോഭിച്ചത് ആര്? ഉത്തരം ശിമയോൻ. 50-9. 148. പൂ പോലെ ശിമയോനെ ചുറ്റി നിന്നത് ആര്? ഉത്തരം സഹോദരന്മാർ. 50-12. 149. അഹറോന്റെ പുത്രന്മാർ ഡാഷ് നിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. 50-16 പ്രകാരം പൂരിപ്പിക്കാനുള്ളതാണ്. ഉത്തരം ലോഹനിർമ്മിതമായ, ലോഹം. 150. ഗ്രന്ഥകാരൻ എവിടെ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഈ ഗ്രന്ഥം? ഉത്തരം ഹൃദയ അഗാധത്തിൽ നിന്ന്. 50-27. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.